വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടാം പ്രാവശ്യവും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കാരണം കഴിഞ്ഞ 5 വർഷം പാലക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഇനിയുള്ള 5 വർഷവും പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാനും തുടങ്ങിയ പദ്ധതികൾ പൂർത്തീകരിക്കാനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും പിന്തുണ നൽകിയവർക്കും വിജയിപ്പിച്ചവർക്കും പ്രത്യേകം നന്ദി പറയുന്നതായും എം.പി. പറഞ്ഞു. സർ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പാലക്കാട് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ അഭിമുഖത്തിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പാലക്കാട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്നുള്ളത്. ഇനി എന്താണ് പുതിയ ആശയങ്ങളാണ്, പുതിയ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ? പാലക്കാടിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്താണ്? ആദ്യം തന്നെ പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമായിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, എന്നെ നിങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായും നീതിപൂർവമായും അതിനേക്കാൾ ഉപരി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്നാണ്. ആ വാക്ക് എനിക്ക് 5 വർഷം കൃത്യമായിട്ട് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും ഞാനിത് ആവർത്തിച്ചത്. ജനങ്ങൾ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടു. അതെൻ്റെ പ്രസംഗം കേട്ടിട്ടല്ല, എൻ്റെ പ്രവൃത്തി കണ്ട് ഉൾക്കൊണ്ടിട്ടാണ് ഇത്രയും അധികം ഭൂരിപക്ഷം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് അനുകൂലമായിട്ടുണ്ടായത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പും വികസന കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യ നിലനിൽക്കണോ വേണ്ടേ എന്നുള്ള പ്രസക്തമായ ചോദ്യമായിരുന്നു. നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത അവസ്ഥ ഒരു ചോദ്യചിഹ്നമായിരുന്നു. എല്ലാറ്റിനുള്ള മറുപടിയാണ് UDF അനുകൂലമായൊരു തരംഗം കേരളത്തിലുണ്ടായത്. പാലക്കാടും അത്തരത്തിൽ ഒരു മുന്നേറ്റം UDF സാധ്യമായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥമായി നിലകൊണ്ട എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പാലക്കാട്ടെ ജനങ്ങളോടുള്ള നന്ദി അതിനേക്കാളും ശക്തമായി തന്നെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഒരു വാക്ക് ജനങ്ങൾക്ക് നൽകിയപ്പോൾ ജനങ്ങൾ നൽകിയ മറുപടിക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇനിയും വളരെ ആത്മാർത്ഥമായും വളരെ സത്യസന്ധമായും പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് തുടരുമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പാലക്കാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒരുപാട് പദ്ധതികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെങ്കിലും സംസ്ഥാന പദ്ധതികളാണെങ്കിലും എല്ലാം ഏകോപിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. പാലക്കാടിൻ്റെ കാർഷിക മേഖല, വ്യവസായ മേഖല, തൊഴിൽ മേഖല, അതുപോലെ ടൂറിസം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയുടെ വലിയ തോതിലുള്ള വികസനം, ഇതെല്ലാം ഒരു നല്ല ഒരു പ്ലാനോടുകൂടി പ്രവർത്തിക്കാനാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ എടുത്തുകൊട്ട തകർത്തെറിഞ്ഞു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിലിപ്പോൾ താങ്കൾക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു, കാരണം ഒരു ജനകീയ MP എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ അതിൻ്റെ കൂടെയുള്ളത്. അതെങ്ങനെയാണ് അപ്പം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞാണ് കോട്ടയാണ്, ഇതൊക്കെ കെട്ടിപ്പൊക്കിയ കോട്ടയാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് ഒരു കോട്ടയുള്ളൂ, അത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചു. കഴിഞ്ഞ 2 ടേമും എനിക്ക് വലിയ പിന്തുണയോട് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത്. അല്ലെ, ഒരു പാർട്ടിയുടെ അടിമകളാണ്, ആ പാർട്ടിയാണ് ഇവിടുത്തെ ഉടമകൾ എന്ന് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾ അംഗീകരിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് ഒരു പടി മുമ്പിലാണ്. അത്രയും വിശാല മനസ്കരായ, ആത്മാർത്ഥതയുള്ള, സത്യസന്ധരായ ജനങ്ങളാണ് പാലക്കാടുള്ളത്. അതുകൊണ്ട് അവരെ മുൻനിർത്തി ഞാൻ പറയുക, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് മുൻകാലത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം. ഈ ഒഴിവ് വരുന്ന നിയമസഭാ മണ്ഡലത്തിലും UDF മുന്നേറ്റം നടത്തും, സംശയമില്ല. ഈ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അസംബ്ലി കൂടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷന് 3450 വോട്ടാണ് UDF ഭൂരിപക്ഷം. ഇത്തവണ BJPയെ മറികടന്ന് 9800 വോട്ടാണ് UDF ഭൂരിപക്ഷം. അപ്പോൾ പാലക്കാടിൻ്റെ മനസ്സ് വ്യക്തമാണ്.
ഒരു മതേതര മനസ്സാണ്. ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളാണ്. അതുപോലെ വികസനവും രാഷ്ട്രീയത്തിന് അതീതമായി നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പും അത്തരത്തിൽ വികസനത്തിന് അതീതമായ ഒരു പ്രവർത്തനമാണ് നേരത്തെയുള്ള MLA ശ്രീ ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ളത്. ഞാൻ MP ആയതിനു ശേഷം ഞാനും ഷാഫിയും കൂടി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതൊന്നും രാഷ്ട്രീയം നോക്കിയല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് UDFന് അനുകൂലമായി തന്നെ വിജയത്വം ഉണ്ടാകും എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുക. പാലക്കാട് ഇപ്പോൾ UDFൻ്റെ ഒരു ഉറച്ച മണ്ഡലമായി മാറി. അങ്ങനെ പറയാം. പക്ഷേ പ്രവർത്തിക്കുന്ന, നേതൃത്വം നൽകുന്ന ജനപ്രതികൾ എങ്ങനെയാണോ, ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതത് സമയത്ത് വരുന്ന എങ്ങനെയാണോ, അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു. വളരെ സന്തോഷം. വോട്ട് ചെയ്തവർക്കും പ്രവർത്തിച്ചവർക്കും പ്രത്യേകിച്ച് നിഷ്പക്ഷരായ ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.